നമസ്തേ ബച്ചോം സഭി കാ സ്വാഗത് ഹൈ ഹിന്ദി ഈ ഗുരു में അപ്പോൾ മക്കളെ, നമ്മുടെ മോഡൽ എക്സാം ഇങ്ങ് അടുത്തെത്തിയല്ലേ. നാളെയാണ് എക്സാം. നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ചൊക്കെയാണ് രാവിലെ ഉച്ചയ്ക്കായിട്ടാണൊക്കെ നടക്കുന്നത്. ഡോണ്ട് വെറി മക്കളെ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും പോയി കാണാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഈ വോയിസ് വിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, നിങ്ങളിപ്പോൾ വൈകുന്നേരം എക്സാമൊക്കെ കഴിഞ്ഞ് ചെല്ലും, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി നോക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പരിചയപ്പെട്ട് കാണും പുതിയ ഗ്രാമർ പോർഷൻ അല്ലേ. സിലബസൊക്കെ ചേഞ്ച് ആവാണ്, മാറ്റം അനിവാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രാമർ പോർഷൻസ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനും വരും. ചാൻസ് ഉണ്ട് എന്നല്ല, വരും. അപ്പോൾ കണ്ടു കഴിഞ്ഞു ക്രിസ്മസിൻ്റെ എക്സാം ആ ടൈമിലല്ലേ. അതായത് സാർത്ഥവാക്യമേ ബദലേ എന്ന് പറഞ്ഞിട്ടും പിന്നെ പ്രശ്നവാചകം അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടതും. ഇനി കുറച്ച് വേറെ തരത്തിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതും കൂടി ഈ ഒരു മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ മക്കളെ, ദോ സാർത്ഥക വാക്യമൊക്കെ സൃജൻ കരി, അതായത് തന്നിരിക്കുന്ന കോളങ്ങളിൽ വാക്കുകൾ ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 10ാം ക്ലാസ് നമുക്ക് പരിചയപ്പെട്ട് കാണാം അല്ലേ, പിരമിഡ് പോലത്തെ ഒക്കെ. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തിൽ മുർക്കി കന മുർക്കി കേട്ടാ. ഇനി രണ്ടാമത്തെ കോളത്തിൽ രാജ്വന്തിനെ ഷഹരി പഹാടി ഗീത്. മൂന്നാമത്തെ കോളത്തിൽ ഘാത്തിദി രഘ ഭാഗൈ. ഒന്ന് നോക്കി, സിമ്പിളാണ്. ഉത്തരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതായത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. അല്ലെ മുർക്കി അല്ലേ, മുർക്കി എന്നപ്പോൾ 2 മുർക്കി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. മുർക്കി രാജ്വന്തിനെ എന്താ അപ്പുറത്തതിൽ എന്താ ഗാത്തീതി അങ്ങനെ പറയൂലേ. ഈ മുർക്കി രാജ്വന്തിനെ രഘ എന്ന് പറയോ? ഇല്ല. മുർക്കി രാജ്വന്തിനെ ഭാഗ് എന്ന് പറയോ? ഇല്ല. അപ്പം 3 ഒരു എന്താ പറയുക, ആ സെൻറ്റൻസിന് ആ സ്ട്രക്ചറേ അല്ല. അടുത്ത നോക്കിയേ, മുർക്കി കാ നാം. അടുത്ത നോക്കിയേ രാജ്വന്തിനെ. ഇനി അടുത്തതോ ഗാത്തീതി എന്ന് പറയോ? ഇല്ല. ഈ മുർക്കി കാ നാം രാജ്വന്തിനെ രേഖ, അത് പറയും അല്ലേ. ഒന്ന് നോക്കി നോക്കിയേ, ആ ഒരു മുർക്കി കാ നാം രാജ്വന്തിനെ, മൂന്നാമത്തെ കോളത്തിൽ എന്താ രേഖ, അപ്പോൾ അതൊരു സെൻറ്റൻസായി അല്ലേ. മുർക്കിയുടെ പേര് നമ്മുടെ രാജ്വന്തിയാണ് വെച്ചത് അല്ല ഇട്ടത്. ഓക്കെ, അങ്ങനെ ഒരു സെൻറ്റൻസായി. ഇനി അടുത്തത് മുറുക്കി നോക്കിയാൽ നമുക്ക് മുറുക്കിയൊക്കെ ഒരു സെൻറ്റൻസ് ആയില്ലേ. മുറുക്കി അതിനെ കൊണ്ട് ഇനി മുറുക്കി വെച്ചിട്ട് നോക്കാം. ഈ മുറുക്കി ഇതേപോലെ ഷഹരി ഗാത്തീതി അങ്ങനെ പറയില്ല. ഈ മുറുക്കി ഷഹരി രഖ അത് പറയില്ല. മുറുക്കി പഹാടി ഗീത് ഭാഗൈ അങ്ങനെ പറയൂ? ഇല്ലല്ലേ. ഇത് എന്തൊരു സെൻറ്റൻസ് അല്ലേ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, മുറുക്കി പഹാടി ഗീത് എന്താണ്? ഗാത്തീതി. മുറുക്കി നാടൻ പാട്ട് പാടിയിരുന്നു അല്ലേ. അപ്പം മുർക്കി പഹാടി ഗീത് ഗാത്തീതി അല്ലേ. അപ്പോൾ അതൊരു സെൻറ്റൻസായി മാറി. ഇതൊന്നുമില്ല, പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു എക്സാമിന് ഇടുന്നത് കേട്ടാ. അപ്പോൾ ഈ ഒരു 2 സെൻറ്റൻസ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ, മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമൃത പ്രീതംജിയുടെ കഹാനി തന്നെ ഉള്ളതാണ്, പുറത്തുനിന്നൊന്നുമില്ല കേട്ടാ. 2 സെൻറ്റൻസ് കിട്ടിയല്ലേ. മുർക്കി കാ നാം രാജ്വന്തിനെ രഖ എന്നും മുർക്കി പഹാടി ഗീത് ഗാത്തീതി എന്നും. അങ്ങനെ 2 മാർക്കല്ല, ഓരോന്നിനും 2 അങ്ങനെ 4 മാർക്കിനാണ് പൊതുവേ ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ 2 അങ്ങനെ മാർക്ക്. അപ്പോൾ ഇത് തന്നെ എൻ്റെ ആൻസർ. അതിൻ്റെ ആൻസർ എഴുതുക നിങ്ങൾ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നോക്കിയേ, ഫസ്റ്റത്തിൽ പിതാജി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. പിതാജി സൂര്യാസ്ത തക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായത് എന്തായാലും സൂര്യാസ്തമയം വരെ പിതാജി എന്താ ചെയ്തത്? അതെ, ടഹൽത്തേ രഹേ അല്ലേ. എന്താ അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു അല്ലേ. കാരണം പിറ്റേ ദിവസം എന്താണ്, രജിസ്ട്രേഷനാണ്. അത് ഏത് ചാപ്റ്ററിലാണത്? നമ്മുടെ ജമീനൊക്കെ സ്ലേറ്റൊക്കെ നാം ഹേ എന്നുള്ള ചാപ്റ്ററത്തെയാണ് അല്ലേ. ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതേ കണ്ടൻറ്റ് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പിതാജിക്ക് എന്താ പറയുക? പിതാജി രജിസ്ട്രി കെ കാഗസാത്ത് പർ. പിതാജി രജിസ്ട്രേഷൻ്റെ ആ ഒരു കടലാസിൽ എന്താ ചെയ്തത്? ഹസ്താക്ഷർ കർദിയെ ഒപ്പുവെച്ചു എന്നാണ് കേട്ടോ.
അതല്ലേ അതിനോട് എത്രയും ആപ്റ്റായിട്ടിരിക്കുന്നത്. പിന്നെയോ അടുത്ത പിതാജി എന്താണ്? പിതാജി എന്ത് അടുത്തുണ്ടോ? ഇല്ല. പിതാജി തക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഒരു 2 സെൻറ്റൻസാണ് ഏറ്റവും ആപ്റ്റായിട്ട് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എളുപ്പമല്ലേ അല്ലേ? എളുപ്പമായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ളൊരു മോഡൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി കൂടുതലൊന്നും മിസ്സ് പറയുന്നില്ല അല്ലേ? അത്രയും എളുപ്പമാണ്. നിങ്ങളുടെ ഒരു റീഡിങ് ഹാബിറ്റ് ഒരു വളർത്തുക എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. അതായത് വേറെ മോഡൽ, രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഉചിത് പദ ജോഡ്കർ വാക്യോം കാ പല്ലവൻ കരെ, അതായത് ശരിയായ വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് വലുതാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എന്താ ഈ പല്ലവൻ? ചിലവർക്കൊക്കെ ഉണ്ടാവും നമ്മുടെ മദറുദത്ത പല്ലവ ആണോ അല്ലേ? അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. പക്ഷേ മദറുദത്ത പല്ലവൊന്നല്ല മക്കളെ, ഇതൊരു പല്ലവൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുക, ഗ്രാമർ പോർഷനായിട്ട് കൂട്ടാം അല്ലേ? അങ്ങനെ വരുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഇതിൽ നോക്കിയേ, ലഡ്കേക്ക് സാത്ത് ഭാഗയി എന്നാണ്. ആ ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിന് ഷഹരി എന്നും കൊടുത്തിട്ടുണ്ട്, ബഹേക്ക് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷഹരി എന്നുള്ളത് എവിടെയാണ് ആ സെൻറ്റൻസിൽ ഏറ്റവും കൂടുതലായിട്ട് വിശദമായിട്ട് ചേർക്കാവുന്നത്? അതേപോലെ തന്നെ വോഹേക്ക് എന്നുള്ളത് എവിടെയാണ് ഒരു സെൻറ്റൻസിൽ ഉചിതമായിട്ട് ചേർക്കാവുന്നത്? അങ്ങനെ എഴുതാനാണ്, വേറെ ഒന്നുമില്ല. അതായത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആൻസറിലൂടെ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് തീർക്കാം. ഷഹരി ലഡ്കെ എന്നാണ്, ആ പട്ടണത്തിലെ പയ്യൻ അല്ലേ? പട്ടണത്തിൻ്റെ പയ്യനാണ്. ഷഹരി ലഡ്കെ സാത്ത് ഭാഗയി. കോൺ ഭാഗയി? അതാ പറയുന്നത് വോ ഏക് ഷഹരിലെ ലഡ്കെ സാത്ത് ഭാഗയി. കോൺ ഭാഗയി ആരാണടാ? നമ്മുടെ മുറുക്കി, വേറെ ആരാ അല്ലേ? അതിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്? വോ ഏക് ഷഹരി ലഡ്കെ സാത്ത് ഭാഗയി. അവളൊരു ആരപ്പം ഒരു പട്ടണത്തിലെ പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് ആ വലിയൊരു സെൻറ്റൻസ് അല്ലേ? ഒന്നുമില്ല, മുറുക്കി ഫുള്ളാക്കിയിട്ട് സെയിം സെൻറ്റൻസ് തന്നെയാണ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അതന്നെ റീഡിങ് ഹാബിറ്റ്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഇനി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എന്താ നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന മക്കൾക്ക് സുഖമായിട്ട് എഴുതാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി പരിചയപ്പെടാം. ഭീഷൺ ഗർമി പടുത്തി ഹേ, കൊടും ചൂടാണല്ലേ? എവിടെ? പ്രദേശോമേ, പ്രദേശങ്ങളിൽ. ഏത് പ്രദേശങ്ങളിൽ? ഭൂമധ്യരേഖീയ. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, ഒന്ന് ആൻസർ ഒന്ന് നോക്കിയത് എന്താണെന്നൊന്ന് നോക്കിയേ. പ്രദേശോമേയും ഭീഷൺ ഗർമി പടുത്തി ഹേ അല്ലേ? പ്രദേശോമയും വെച്ചിട്ട് അവിടെയാണ് ആപ്റ്റായത്. പ്രദേശോമയും, പ്രദേശങ്ങളിൽ കൊടും ചൂട് വർദ്ധിക്കുന്നു അല്ലേ? ഭീഷൺ ഗർമി കൊടും ചൂടാണ് എന്നുള്ളത്. അടുത്തത് ഭൂമധ്യരേഖീയ പ്രദേശമേ, ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിലാണ് കൊടും ചൂട് അല്ലേ? അപ്പോൾ മനസ്സിലായില്ലേ? ഇത് ഏത് ചാപ്റ്ററത്തെയാണ്? സുറിനാമയും പഹ്ലാദിയും അല്ലേ? നമ്മുടെ ഹിമാൻശു ജോഷിച്ച് പറയുന്നുണ്ടല്ലേ, ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിലാണ് കൊടും ചൂട്. ഇത് ഞാൻ ആജ് പ്രത്യക്ഷതേ ക്രഹേഹേ, ഇന്ന് ഞാൻ നേരിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വിമാൻ സേ ചാങ് രഹേഹേ അല്ലേ? സുക്കൂൺ സെഹസാസ് ഹോത്തി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഒരു യാത്രാ വർണ്ണനയാണ് നടത്തിയതല്ലേ സുറിനാമയും പഹ്ലാദിനിൽ. യെസ്, അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇനി എക്സാമിന് വരുന്നതും പുറത്തുനിന്നൊന്നും ചോദിക്കില്ല, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ തന്നെ വരുള്ളൂ കേട്ടോ. അടുത്ത നോക്കി, തദർത്ത് സേവാ സമാപ്ത് കർ ദീ ഥി മേരി 30 അപ്രിൽ കോ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇതാണ് സെൻറ്റൻസ്. തദർത്ത് സേവ, താൽക്കാലിക സേവനം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അതിൽ മേരി എവിടെയാണ് ചേർക്കേണ്ടത്? ഇനി അടുത്തത് 30 അപ്രിൽ കോ, ഏപ്രിൽ 30 അല്ലേ? അതെവിടെയാണ് ചേർക്കേണ്ടത്? അപ്പം എന്താ മക്കളെ പറയാ? യെസ്, മേരി തദർത്ത് സേവാ സമാപ് കർ ദീ ഥി, എൻ്റെ താൽക്കാലിക സേവനം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഇനി 30 അപ്രിൽ എവിടെയാണ് ചേർക്കണത്? ഏത് ദിവസമാണ് അവസാനിപ്പിച്ചത്? 30 അപ്രിൽ കോ, ഏപ്രിൽ 30-ാം തീയതി മേരി തദർത്ത് സേവാ സമാപ്ത് കർ ദീ ഥി. ഇത്രയേ ഉള്ളൂ. ഇതും ഏത് ചാപ്റ്ററത്തെയാണ്? നമ്മുടെ ആരുടെയാണ്? ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ചാപ്റ്ററാണല്ലേ? ഏത് ചാപ്റ്റർ? ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്നുള്ള ചാപ്റ്ററത്തെയാണ്. അതും വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ മക്കളെ. ഈ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ വരിക. ഓക്കെ, എൻ്റെ മക്കൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക
അല്ലേ? ഇപ്പം തന്നെ പറഞ്ഞോളാം, എല്ലാവരും അറിയിച്ചോളൂ. കാരണം എന്താ, അതൊക്കെ നിങ്ങളുടെ മോഡൽ എക്സാമിനും ഇനി പബ്ലിക് എക്സാമിനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ. പിന്നെ ഇത് മിസ് റെക്കോർഡ് ചെയ്യുന്നത് മിസ്സിൻ്റെ സ്കൂളിൽ നിന്നാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, കുറച്ചൊരു വോയിസും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്റ്റർബ് ആയിട്ടൊക്കെ തോന്നുന്നത്. എന്നാലും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നിങ്ങളതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം നിങ്ങൾ എക്സാം കഴിഞ്ഞൊക്കെ എത്തുമ്പോൾ ഈ ഒരു വീഡിയോ അങ്ങോട്ട് എത്തണ്ടടാ. ഓക്കെ. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് നാളത്തെ എക്സാം എഴുതുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ. ധന്യവാദ് മക്കളെ.